ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് യൂറോപ്പ് രാജ്യങ്ങളിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ നിങ്ങൾ കൊണ്ടുവരണമെന്നുള്ളതാണ്. കാരണം ഞാൻ നാട്ടിൽ നിന്ന് കടന്നു വന്നപ്പോൾ ചില കാര്യങ്ങൾ കൊണ്ടുവന്നില്ല. അതിവിടെ വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് വാങ്ങേണ്ട വന്നു. കാരണം നമുക്കാണെങ്കിൽ വരുമ്പോൾ സാലറി ഇല്ല. അപ്പം നമ്മൾ നാട്ടിൽ നിന്ന് കുറച്ച് പൈസയും കൊണ്ടായിരിക്കും വരുന്നത്. അപ്പം നമുക്ക് കുറച്ച് സാധനങ്ങൾ, ആവശ്യമുള്ള സാധനങ്ങളാണ് നമ്മൾ ക്യാരി ചെയ്യുന്നെങ്കിൽ നമ്മുടെ കൈ കൊണ്ടുവന്ന പൈസ നമുക്ക് അത് സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ ആദ്യം നിങ്ങളോട് പറയുന്നത് ഹെയർ ഡ്രയർ ആണ് ഞാൻ വന്നപ്പോൾ ഉടനടി മേടിക്കേണ്ടതായിട്ട് വന്നത്. കാരണം നമുക്കറിയാം, നാട്ടിൽ നമ്മളെല്ലാവരും പ്രത്യേകിച്ച് കേരളക്കാരൊക്കെ എല്ലാ ദിവസവും തല കഴുകി കുളിക്കുന്നവരാണ്. അപ്പം നമ്മളിങ്ങനെ തല കഴുകി കുളിക്കുമ്പോൾ നമ്മുടെ മുടി ഉണങ്ങാതെ വരും. മുടി ഉണങ്ങാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പിന്നെ എന്ത് ചെയ്യും, തല കഴുകി കുളിച്ചിട്ട് നമ്മൾ ജോലിക്കായിട്ട് കടന്നു പോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് പനി വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ ഹൗസ് അസിസ്റ്റിനെയൊക്കെ കാണണമെങ്കിൽ വളരെ വേഗത്തിൽ നമുക്ക് ഇപ്പം വന്നതല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് വളരെ വേഗത്തിൽ കാണാനൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം നമ്മൾ അതിനൊരു സുരക്ഷിതമായിട്ട് നമുക്കൊരു ഹെയർ ഡ്രയർ ഉണ്ടെങ്കിൽ നമ്മുടെ മുടി വേണ്ടുന്ന പോലെ, ഇപ്പം ഞാൻ കുളിച്ചിട്ട് ഞാൻ മുടി ഉണക്കി വെച്ചിരിക്കുകയാണ്. അപ്പം കാരണം നമുക്ക് അല്ലെങ്കിൽ പുറത്തോട്ട് പോകുമ്പോഴത്തേക്കിന് എന്ത് ചെയ്യും, നമ്മൾക്ക് തണുപ്പൂടെ വരുമെന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് പനി പിടിക്കാനുള്ള ചാൻസുകൾ, കോൾഡ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ കൊണ്ടുവരേണ്ട കാര്യം ട്രാവൽ യൂണിവേഴ്സൽ അഡാപ്റ്റർ. ഇതുപോലുള്ള അഡാപ്റ്ററുകൾ നമുക്ക് നാട്ടിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള അഡാപ്റ്റർ നിങ്ങൾ മറക്കാതെ മേടിച്ചുകൊണ്ട് വരിക. ആ യൂണിവേഴ്സൽ ട്രാവൽ അഡാപ്റ്റർ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പം നമുക്ക് നാട്ടിൽ അല്ലെങ്കിൽ ഇപ്പോൾ യൂറോപ്പിലേക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. അപ്പോൾ 1, 2, 3 അഡാപ്റ്ററുകൾ നിങ്ങൾ മേടിച്ചുകൊണ്ട് വരിക നിങ്ങളുടെ ആവശ്യത്തിന്. അപ്പം ചോദിച്ചാൽ നമ്മുടെ നാട്ടിലെ പ്ലഗുകളും ഇവിടുത്തെ പ്ലഗുകളും തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ അങ്ങനത്തെ അഡാപ്റ്ററുകൾ വാങ്ങിക്കൊണ്ട് വരണമെന്ന് പറയുന്നത്. പിന്നെയാണെങ്കിൽ നിങ്ങൾ അത്യാവശ്യമായിട്ട് കൊണ്ടുവരുന്ന മെഡിസിനുകൾ, ഓരോരുത്തരും ഹെൽത്ത് ബേസ് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അവരവർ കഴിക്കുന്ന മെഡിസിനുകൾ, അതുപോലെ ചില ആൻറ്റിബയോട്ടിക്കുകൾ, നിങ്ങൾക്ക് പെട്ടെന്നൊരു പനി വന്നാലൊക്കെ എടുക്കാൻ പറ്റുന്ന ആൻറ്റിബയോട്ടിക്കുകളൊക്കെ ഡോക്ടറിൻ്റെ അഡ്വൈസ് ഇല്ലാതെ നമുക്ക് കിട്ടത്തില്ല. നാട്ടിൽ ഡോക്ടേഴ്സിനോട് ചോദിച്ച് പറഞ്ഞ് നമ്മൾ അങ്ങനെയുള്ള ടാബ്ലറ്റ് 1, 2 കോഴ്സുകൾ മതി എങ്കിൽ പോലും ഒരു അത്യാവശ്യത്തിനുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക. അതുപോലെ പനിക്കുള്ളത്, ജലദോഷത്തിനുള്ളത്, പിന്നെ ഗ്യാസിനുള്ളത്, അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരിക. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചതുപോലെ കടകളിൽ നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട്. പക്ഷെ മസാലകൾ, നമ്മൾ ഇന്ത്യക്കാർ പിന്നെ കൂടുതൽ മസാലകൾ ഉപയോഗിക്കുന്നവരാണ്. മറ്റുള്ള രാജ്യക്കാരൊക്കെ വളരെ കുറച്ച് മസാലകൾ ഉപയോഗിക്കുന്നവരാണ്. ഇപ്പം ഞാൻ 2-3 സ്ഥലത്ത് പോയി, അവിടെ എല്ലാം അവർ വളരെ കുറച്ച് മസാല. പക്ഷെ നമ്മൾ ഇന്ത്യൻസ് ഒത്തിരി കൂടുതൽ മസാലകൾ ഉപയോഗിക്കുന്നവരാണ്. അപ്പം നമുക്ക് വേണ്ടുന്ന മസാല ആവശ്യത്തിനുള്ളത് നിങ്ങൾ കൊണ്ടുവരേണ്ടതാണ്. അതുപോലെ നമ്മൾ ജോലിക്ക് വരുമ്പം ഞാൻ കുറേ പാത്രങ്ങളൊക്കെ കൊണ്ടുവന്നു. പക്ഷെ അത്രയും പാത്രങ്ങളൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ലഗേജിന് ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പം അത്രയും എനിക്കാണ് 23 കിലോയെ കൊണ്ടുവരാൻ പറ്റത്തുള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പാത്രങ്ങളൊക്കെ വെച്ചോണ്ട് എനിക്ക് എമർജൻസി കൊണ്ടുവരേണ്ട സാധനങ്ങൾ കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും നമുക്ക് കിച്ചണിലെ എല്ലാ പാത്രങ്ങളും അവർ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് കുക്കിംഗ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും. അപ്പം അത്ര പാത്രത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. അതുപോലെ തന്നെ കുക്കറുകളൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ 2-3 പേരുകൾ പോകുന്നെങ്കിൽ ഒരു കുക്കറൊക്കെ എടുത്താൽ മതി. അതുപോലെ തന്നെ തേയില, അങ്ങനെ കാപ്പിപ്പൊടിയൊക്കെ നാട്ടിലൊക്കെ കുടിക്കണമെന്ന് ആഗ്രഹമുള്ളവർ അങ്ങനെയൊക്കെ എടുത്തുകൊണ്ട് വരിക. പിന്നെ ഓൾമോസ്റ്റ് ഒരേ സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. പിന്നെ എനിക്ക് പിന്നെ അതുപോലെ തെർമൽ ഡ്രസ്സുകൾ എന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്കറിയാം, പിന്നെ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ തെർമൽ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ചൂടുള്ള ഡ്രസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ ആവശ്യത്തിനുള്ള ഡ്രസ്സുകൾ കൊണ്ടുവരിക. നമുക്ക് ഈ തണുപ്പിലോട്ട് നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് ഇറങ്ങുമ്പോഴത്തേക്കിന് ഇപ്പോൾ ഇവിടെ 3 ഡിഗ്രിയൊക്കെയാണ് തണുപ്പുള്ളത് രാവിലെ. അപ്പോൾ ആ തണുപ്പിലോട്ട് നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പം നമുക്ക് പെട്ടെന്ന് ക്ലൈമറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ആയി വരാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഡ്രസ്സുകളെല്ലാം എല്ലാവരും കരുതിക്കൊണ്ട് വരിക. ഇതൊക്കെയാണ് എൻ്റെ ഓർമ്മയിൽ അത്യാവശ്യമായിട്ട് നിങ്ങൾ കൊണ്ടുവരേണ്ട കാര്യങ്ങൾ. ഇനി തുടർന്നുള്ള വീഡിയോയിൽ എന്തൊക്കെയാണ് പിന്നെ ഇൻഫർമേറ്റീവായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യേണ്ടത് അത് ഞാൻ ഷെയർ ചെയ്യാം. ഇപ്പം നിങ്ങൾ ഇതൊക്കെ വരാനുള്ള ഒത്തിരി കുട്ടികളുണ്ട്, അവരെയൊക്കെ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട്, എന്തൊക്കെയാണ് ചേച്ചി കൊണ്ടുവരേണ്ടത്, എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടത്. അപ്പം നിങ്ങളെല്ലാവരും ഭയങ്കര കോൾഡാണ്. അപ്പം അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഡ്രസ്സുകൾ കൊണ്ടുവരിക, സോക്സുകൾ കൊണ്ടുവരിക,
അതുപോലെ കയ്യിലിടുന്ന ഗ്ലൗസുകൾ കിട്ടും, തലയിലിടുന്ന തൊപ്പി കിട്ടും. അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം നിങ്ങൾ വാങ്ങിക്കൊണ്ട് വരിക. മരുന്നുകൾ മേടിച്ചുകൊണ്ട് വരിക, ഇതുപോലുള്ള അഡാപ്റ്റർ മേടിക്കുക, ഹെയർ ഡ്രയർ മേടിച്ചുകൊണ്ട് വരിക. പിന്നെ ബ്ലാങ്കറ്റോ അതോ ഇത് പിന്നെ ബെഡ്ഷീറ്റ് അങ്ങനത്തെ ഒന്നും നിങ്ങൾ കൊണ്ടുവരേണ്ട. അതെല്ലാം നമുക്ക് നമ്മൾ ഏത് പിന്നെ കമ്പനിയാണോ വരുന്നത് അവർ നമുക്കിതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.